Welcome all to this video tutorial. In this session, we are going to discuss a simple program in C. ഈ ഒരു സെഷനിൽ നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിൽ ജസ്റ്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ. മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു മെസ്സേജ് യൂസറിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എല്ലാം തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ ഫങ്ഷൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ കമ്പൈലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലത്തെ കണ്ടൻസിനെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ റീപ്ലേസ് ചെയ്യലാണ് കമ്പൈലർ ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഇങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ ഏതൊക്കെ ഹെഡർ ഫയൽസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഹെഡർ ഫയൽസ് എല്ലാം തന്നെ പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്ങിൽ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഇതൊരു ഫങ്ഷനാണ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കോഡ്സ് അല്ലേ. ഈ ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ രണ്ട് ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിനും ഇടയിൽ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ്റെ കോഡുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ മെയിൻ ഫങ്ഷൻ കാണുമ്പോഴാണ് സാധാരണ രീതിയിൽ കമ്പൈലറിന് മനസ്സിലാവുക ഇവിടെ തൊട്ടാണ് നമ്മുടെ ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാം ബിഗിൻസ് ഫ്രം ഹിയർ. അപ്പോൾ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ എല്ലാ പ്രോഗ്രാമിനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് എ പാരാന്തസിസ്. അതിനുശേഷം ഒരു കേളി ബ്രേസിനകത്താണ് ഈ ഫങ്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ എഴുതി കൊടുക്കാം. ഇനി ജസ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു മെസ്സേജാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പ്രിൻ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോർഷനാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ കമൻറ്റ്സ് എന്നാണ് പറയുക. അതായത് സാധാരണ രീതിയിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമൻറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് HTML ഉള്ള പോലെ തന്നെ അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക അത് റണ്ണബിൾ ആയിട്ടുള്ള കോഡായിരിക്കില്ല കമൻറ്റ്സ് എന്ന് പറയുന്നത്. ദേ കനോട്ട് ബി റൺ. അതായത് ഒരിക്കലും കമ്പൈലേഴ്സ് കമ്പൈൽ ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ ഈ കമൻസിൻ്റെ ഇടയിൽ എഴുതി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കില്ല. അതായത് സാധാരണ സി ലാംഗ്വേജിൽ കമൻറ്റ്സ് നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. ഒരു സ്ലാഷ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു സ്റ്റാർ, അതിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മുടെ ലൈൻ. അതായത് ഇത് കമൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഇൻഫോർമേഷൻസ് ആണ് കൺവേ ചെയ്യുന്നത്. സപ്പോസ് ഇത് ഞാൻ എഴുതിയിട്ടുള്ളൊരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ പർപ്പസ്, ഇത് എന്നാണ് എഴുതിയത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ ഈ കമൻറ്റിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് മറ്റൊരു പ്രോഗ്രാമറിനും ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫോർമേഷൻസ്, അഡീഷണൽ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി ഈ കമൻറ്റിലാണ് പ്രോഗ്രാമേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, പ്രിൻറ്റിംഗ് ബിഗിൻസ്, ഇവിടെ മുതലാണ് പ്രിൻറ്റിംഗ് തുടങ്ങുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി അതൊരു എക്സ്ട്രാ ഇൻഫോർമേഷനാണ് കൺവേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ we can include it in the comment lines. അപ്പോൾ കമൻറ്റ്സ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമൻറ്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. സ്ലാഷ്, അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ സിമ്പൽ, ദെൻ ആ കമൻറ്റ് ലൈൻ ക്ലോസ് ചെയ്യുന്നത് അഗെയിൻ സ്റ്റാർ സിമ്പൽ, ദെൻ എ സ്ലാഷ്. അപ്പോൾ ഇത് ഒരു കമൻറ്റ് ലൈനാണ്, ഇതും ഒരു കമൻറ്റ് ലൈനാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒരു പ്രോഗ്രാമറിന് മനസ്സിലാവും ഇവിടെ മുതൽ പ്രിൻറ്റിങ് തുടങ്ങുകയാണ്, ഇവിടെ പ്രിൻറ്റിങ് എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കമൻറ്റ് ഇവിടെ തുടങ്ങുന്നു, ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ ആണ്. ഇത് പ്രിൻ്റ് ആണ്. അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇത് സാമ്പിൾ ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. അതായത് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. അതായത് രണ്ട് നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഈ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മ് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തി നോക്കാം. Now we are going to write a program which has to add 2 numbers. Okay. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ 2 നമ്പറും ഇവിടെ ഓൾറെഡി എന്താ പറയുക വേരിയബിളിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഹാഷ് ഇൻക്ലൂഡ് stdio.h, അതുപോലെ തന്നെ എന്താണ് നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ 2 നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുകയാണ്. രണ്ടും ഇൻറ്റീജർ ടൈപ്പ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക, എ ബി. അതുപോലെ തന്നെ ഇത് രണ്ടിനെയും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് യൂസറിന് കൊടുക്കണം അല്ലേ. അപ്പോൾ യൂസറിന് നേരിട്ട് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന റിസൾട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് ആ വേരിയബിളിലത്തെ വാല്യൂ ആണ് നമ്മൾ യൂസറിന് കൊടുക്കുന്നത്. അപ്പോൾ സം എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വേരിയബിൾ അടക്കം 3 വേരിയബിൾസിനെ ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതായത് a equal to 10, b equal to, ഞാൻ ഒറ്റ ലൈനിൽ ഞാൻ ഇങ്ങനെ നീട്ടി എഴുതുന്നുണ്ട്, a equal to 10, b equal to 20. അങ്ങനെ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് 0 ആക്കിയിട്ട് അസൈൻ ചെയ്യാം. ഓക്കെ, സം ഈക്വൽ ടു 0. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, സം ഈക്വൽ ടു a പ്ലസ് b. നമുക്കറിയാം അഡീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് 2 വാല്യൂസിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ആഡ് ചെയ്യുന്ന 2 ഓപ്പറാൻസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വേരിയബിളും ബി എന്ന് പറയുന്ന വേരിയബിളും ആഡ് ചെയ്യുക. ഇൻ ദ സെൻസ് എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 10 എന്ന് പറയുന്ന വാല്യൂ, ബി എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 20 എന്ന് പറയുന്ന വാല്യൂമാണ് ഇവിടെ ആക്ച്വലി ആഡ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വഴി എന്ത് ചെയ്യുന്നു, സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. സോ സമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായിരിക്കും, 10 + 20 30 ആയിരിക്കും. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, സം എന്ന് പറയുന്ന വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതിയാവും അല്ലേ. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് നമുക്ക് printf യൂസ് ചെയ്യാം. printf %d, sum. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഞാൻ പ്രോഗ്രാമിന് സപ്ലൈ ചെയ്യുന്ന വാല്യൂസ് ആണ്, പക്ഷേ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ആദ്യം യൂസറിൽ നിന്ന് 2 നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂസറിനോട് കൊടുക്കാം എൻ്റർ 2 നമ്പേഴ്സ്. അതിനുശേഷം സ്കാൻഎഫ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് യൂസറിൽ നിന്ന് 2 ഇൻറ്റീജർ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റീജറും ഒരു ഫ്ലോട്ടിങ്ങും, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് 2 നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് യൂസറിന് ദ സം ഈസ് എന്ന് പറയുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടാസ്ക് പോലെ തരികയാണ്. I want an output like this. അതായത് enter 2 numbers. എനിക്ക് വേണ്ട ഔട്ട്പുട്ട് ഇതാണ്. enter 2 numbers എന്ന് പറയുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ യൂസർ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെയുള്ള വരിയിൽ അല്ലെങ്കിൽ sum of these numbers are എന്ന് പറഞ്ഞ് അതിന് താഴെ സമ്മ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ യൂസറിൽ നിന്ന് 2 നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യുക, അതിനുശേഷം അത് രണ്ടും കൂടെ സം ചെയ്യുക, കിട്ടുന്ന റിസൾട്ട് യൂസറിന് തിരികെ കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങളെനിക്ക് അയച്ചു തരേണ്ടത്. ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.